പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ നമ്മുടെ രാജ്യത്ത് ഇപ്പം ഇന്ധന വിലയൊക്കെ കൂട്ടിയിരുന്നല്ലോ, 3 രൂപ വെച്ച് കൂട്ടിയിരുന്നു. പക്ഷേ ഇപ്പം ഞാനിത് പറയാനുള്ള കാരണം, വീണ്ടും ഇന്ധന വില കൂട്ടിയിട്ടുണ്ട്. പെട്രോളിന് ലിറ്ററിന് 86 പൈസയും ഡീസലിന് 83 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. ഗൗതം ആമ്രകുഞ്ചമാണ് വിവരങ്ങളുമായി ചേർന്നത്. ഗൗതം, ഈ ഗുഡ് മോർണിംഗ്. സാധാരണ എല്ലാ മാസവും 1-ാം തീയതി ഒരു നിരക്ക് വർധനയുണ്ട്. കഴിഞ്ഞ മാസം 1-ാം തീയതിയാണ് 4 വർഷത്തിനിടയിൽ ഒരു വലിയ വർധനവ് ഉണ്ടായത്. 3 രൂപ വീതം പെട്രോളിനും ഡീസലിനും കൂട്ടി. തൊട്ടു പിന്നാലെ വീണ്ടും ഇന്ധന വിലയിൽ വർധനവുണ്ട്. സാഹചര്യം എന്താണ്? തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ഇത് പ്രതീക്ഷിക്കപ്പെടുന്നതാണ്. അതായത് ഇന്ധനവില തുടർച്ചയായി വർദ്ധിക്കുന്നുണ്ട്, ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നത് നേരത്തെ തന്നെ വിലയിരുത്തപ്പെട്ട ഒരു കാര്യമാണ്. സേതു സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ധനവില 3 രൂപ വെച്ച് കൂട്ടുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും വർധനവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് രാജ്യത്ത് നേരിടുന്ന ഇന്ധന ക്ഷാമം അല്ലെങ്കിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആണ് ഈ വില വർധനവ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പെട്രോളിന് 86 പൈസയും ഡീസലിന് 83 പൈസയുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ 3 രൂപ വർധനവോടുകൂടി 110ലേക്കൊക്കെ എത്തിയ ഇന്ധനവില ഇനിയും വർദ്ധിക്കുന്ന സാഹചര്യം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തെ ഇന്ധന സ്റ്റോറേജുമായി ബന്ധപ്പെട്ട്, അതായത് സൂക്ഷിച്ചിരിക്കുന്ന ഇന്ധനവുമായി ബന്ധപ്പെട്ട് ഇനി എത്ര ദിവസത്തേക്ക് കൂടി നമുക്കത് ഉപയോഗിക്കാൻ കഴിയുമെന്നതിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കകത്ത് ഫാക്ടറികളൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾക്കകത്ത് വലിയ തരത്തിലുള്ള ഇന്ധനക്ഷാമം നിലനിൽക്കുന്നതായി ജനങ്ങൾ വ്യക്തമാക്കുകയും പെട്രോൾ പമ്പുകളിൽ അനിഷ്ട സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതേസമയം രാജ്യത്തിന് ആവശ്യമായ കരുതൽ ശേഖരമുണ്ട് എന്നുള്ള ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് പെട്രോളിയം മന്ത്രാലയം. പക്ഷേ അതിനിടയിലാണ് ഈ കമ്പനികൾ ഇത്തരത്തിൽ വില വർദ്ധിപ്പിക്കുന്നത്. സ്വാഭാവികമായും വരും ദിവസങ്ങളിലും ഒരുപക്ഷെ കൂടുതൽ വർധന ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സേതു.